എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. മുട്ടക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട വേവിച്ച് പുഴുങ്ങിയിട്ടുള്ള മുട്ടക്കറി അല്ല, ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, ഇടിയപ്പം, അപ്പം എന്തിൻ്റെ വേണമെങ്കിലും കൂടെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനൊരു ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. നമ്മൾക്ക് ചതച്ചത് വേണമെങ്കിലും ചേർക്കാം. ഇനി അതിന് ശേഷം ഒരു സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതായിട്ടല്ല ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. തക്കാളി ഞാനും ഒരെണ്ണമാണ് എടുക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, പിന്നെ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാനൊരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം ഗരം മസാലയും കൂടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. തക്കാളി ഇട്ടതുകൊണ്ട് കരിഞ്ഞൊന്നും പോവില്ല, ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കാം, കാരണം മുട്ട ഇടുമ്പം ഇത് നല്ല കുറുകിയിട്ട് വരും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി ആവശ്യം ആ ഒരു രീതിയിൽ വെള്ളം ഒഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾക്കിനി ഉപ്പ് ആവശ്യത്തിന് ഇടാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചതിന് ശേഷം ഞാൻ മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുവാണ്. അപ്പോൾ ഞാൻ ഇതിൽ 4 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടാണ് ഒഴിക്കേണ്ടത്, പൊട്ടിച്ച് നേരിട്ടങ്ങ് ചേർത്തിയാൽ മതി. അതിന് ശേഷം നമ്മൾ ഇത് ഇനി വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾക്ക് ചേർക്കാം. അതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കുക ചെയ്യേണ്ടത്. വേവിക്കുക എന്ന് പറയുമ്പം കുറച്ച് താഴ്ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മൾക്ക് വീണ്ടും തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അങ്ങനെ 2 സൈഡും വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇപ്പോൾ കണ്ടോ, ആദ്യത്തെ ഇതിങ്ങനെ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മൾ പകുതി വെന്തിട്ടുണ്ടാവും. അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വീണ്ടും വേവിച്ചെടുക്കുക. അപ്പം 2 സൈഡ് നന്നായിട്ട് വേവും. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, മുട്ട നമ്മൾ വേവിച്ച് പുഴുങ്ങിയിട്ട് വെക്കുന്ന മുട്ടനേക്കാളും ടേസ്റ്റ് ശരിക്കും ഇങ്ങനെ ഉടച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും. ഇതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.